പ്രഥമസ്കന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് ഭാഗവതം പറയുന്നത് അധികാരി എന്നുള്ളതാണ്. സർഗം വിസർഗം തുടങ്ങിയ മഹാപുരാണ ലക്ഷണങ്ങൾ തൃതീയ സ്കന്ധം മുതൽ ആരംഭിക്കുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ അധികാരി എന്നുള്ളതിനെ ലക്ഷണമായിട്ട് ഗുരുനാഥന്മാര് കൽപ്പിക്കുന്നു. ഭാഗവതം വായിക്കാൻ, ഭാഗവതം കേൾക്കാൻ, ഭാഗവതം പറയാൻ ആരാണ് അധികാരി? അല്ലെങ്കിൽ ഏത് വിധത്തിലേക്ക് എത്തിയ ആൾക്കാർക്കാണ് ഭാഗവതത്തിൻ്റെ പരിപൂർണമായ അനുഭവം ലഭിക്കുക? അതിന് 3 തട്ടില് 3 വിധത്തിലുള്ള ആൾക്കാരെ ഈ 1-ാം സ്കന്ധത്തില് ഭാഗവതം അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സൂത ശൗനക സംവാദം. ഏറ്റവും അടിത്തട്ടിലിരിക്കുന്ന അധികാരികളാണ്, അല്ലെങ്കിൽ വക്താവും ശ്രോതാക്കളുമാണ് സൂതനും ശൗനകാദികളും. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, ഞാൻ കേട്ട ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുൻപിൽ ശ്രീശുക ബ്രഹ്മർഷി പാടിക്കൊടുത്ത ഭാഗവത കഥകളെ, ഹേ ശൗനകാദികളെ, ഞാൻ നിങ്ങൾക്കിപ്പോ പറഞ്ഞു തരാം എന്ന് സൂതൻ പറഞ്ഞപ്പോ അത് കേട്ടാ മതിയായിരുന്നു. പക്ഷെ അവർക്ക് സംശയം, ആരാ ഇത് എഴുതിയത്, എവിടുന്നാ എഴുതിയത്, എപ്പോഴാ എഴുതിയത്, ആര് പറഞ്ഞിട്ട്? അപ്പൊ ഭാഗവതം കേട്ടാ പോരാ, ഭാഗവതത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള അധികാരിയാണ് വേദവ്യാസനും നാരദരും. വേദവ്യാസനെ സംബന്ധിച്ച് സകല പുരാണങ്ങളും വേദങ്ങളും ഒക്കെ വിചിന്തനം ചെയ്തു നിൽക്കുന്ന ആളാണ് ആര്? വേദവ്യാസൻ. ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്തു, ഇനി എന്തോ ഒന്ന് ബാക്കിയുണ്ട്, അതറിഞ്ഞാൽ മതി. ആ വിധത്തിൽ നിൽക്കുന്ന വ്യാസന്റെ മുൻപിലേക്കാണ് ശ്രീനാരദ മഹർഷി അവതരിച്ച് ഭാഗവത ധർമ്മത്തെ പാടിക്കൊടുക്കുന്നത്. അപ്പൊ ഭാഗവത ധർമ്മം, ഭാഗവതം അതിനെ കേട്ടതോടെ, അറിഞ്ഞതോടെ, അനുഭവിച്ചതോടെ വേദവ്യാസ മഹർഷിക്ക് വലിയ സന്തോഷമായി, ധന്യതയായി, കൃതകൃത്യതയായി. താൻ ഈ ഒരു ഭാഗവതത്തെ കിട്ടാനാണല്ലോ ഇത്ര കാലം കാത്തിരുന്നത്. അപ്പൊ ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം. മറ്റുള്ള പുരാണങ്ങളിലേക്കൊക്കെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യങ്ങൾ ചേർത്തു വ്യാസമഹർഷി. ഇവിടെ നാരദ മഹർഷി വേദവ്യാസനോട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. വേദവ്യാസ, അങ്ങയ്ക്ക് ഈ ഭാഗവതത്തിൻ്റെ മധുരം കിട്ടിയപ്പോ മറ്റു പുരാണങ്ങളൊക്കെ മോശം എന്ന് തോന്നുന്നുണ്ടോ? മറ്റു പുരാണങ്ങളൊക്കെ എഴുതിയത് അബദ്ധായി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നരുത്. മറ്റുള്ളതിൻ്റെയൊക്കെ രുചി, മറ്റുള്ള പുരാണങ്ങളുടെയൊക്കെ അനുഭവം അനുഭവിച്ച് കഴിഞ്ഞത് കൊണ്ടാണ് അങ്ങയ്ക്ക് ഭാഗവതത്തിൻ്റെ യഥാർത്ഥ രുചി മനസ്സിലായത്. അപ്പൊ മറ്റുള്ള പുരാണങ്ങളൊന്നും മോശം എന്ന് ഭാഗവതം പറയുന്നില്ല. ഭാഗവതം തന്നെ പറയുന്നത് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാപിഹി. ഭാഗവതം എന്ന ഈ ഒരു ശാസ്ത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ, മറ്റുള്ളതിനെ ഒന്നും നിന്ദിക്കരുതേ എന്നാണ്. അപ്പൊ ഭാഗവതം വായിക്കുന്നു എന്ന് വെച്ച്, ഭാഗവതം കേൾക്കുന്നു എന്ന് വെച്ച് ഭാഗവതം മാത്രമാണ് ഏറ്റവും ഉയർന്നത് എന്നൊരിക്കലും ചിന്തിക്കേണ്ട. കാരണം വ്യാസമഹർഷിയെ ഈ ഭാഗവതത്തിലേക്ക് എത്തിച്ചത് മറ്റുള്ളതായ സകല ഗ്രന്ഥങ്ങളും കൂടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ അനുഭവം കൂടിയാണ്. ഒരാള് ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു കരിങ്കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റികയെടുത്ത് അടിക്കാൻ തുടങ്ങി. 49 അടിയടിച്ചു. 50ാമത്തെ അടിയിൽ ആ കരിങ്കല്ല് പൊട്ടി. 50ാമത്തെ അടിയിൽ ഈ കരിങ്കല്ല് പൊട്ടിയപ്പോ ഇയാള് പറയാ, വെറുതെ 49 അടി കളഞ്ഞു, ശരിക്കും 50ാമത്തെ ഒരടി അടിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മറ്റ് 49 അടിയുടെ കൂടി ഫലമാണ് ഈ 50ാമത്തെ അടിയിൽ ഇത് പൊട്ടിയത്. ഇതുപോലെ ഭാഗവതത്തിന് ഇത്ര മാധുര്യം കിട്ടിയത് മറ്റുള്ള പുരാണങ്ങളുടെ, മറ്റുള്ള വേദ ഇതിഹാസങ്ങളുടെ ഒക്കെ സാരം ഇതിലേക്ക് ചേർത്തത് കൊണ്ടാണ് എന്നർത്ഥം. അങ്ങനെയാണ് വ്യാസമഹർഷി നാരദരിൽ നിന്നും
ആ ഭാഗവത ധർമ്മത്തെ സ്വീകരിച്ച് ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തിൽ വെച്ച് പാണ്ഡവ ഭക്തിയെ പാടിക്കൊണ്ട് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടു പ്രസിദ്ധമായ കുന്തി സ്തുതി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുന്തി എന്നുള്ളതായ ഒരു ഭാഗവത മുത്തശ്ശി ഭാഗവതത്തിൽ കൂടി നമുക്ക് തരുന്ന ഒരു ഉപദേശ മന്ത്രം. കഥം പശ്യേമഹി സ്ത്രീയ, ഭഗവാനെ സദാസമയവും ചിന്തിച്ചിരിക്കാൻ, എല്ലാ ചരാചരങ്ങളിലുമുള്ളതായ ഈശ്വരഭാവത്തെ ദർശിക്കാൻ നമ്മൾ പരമഹംസന്മാരൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പ്രാരബ്ധത്തിൻ്റെ നൂലാമലകളിൽ സത്വരജസ്തമോ ഗുണങ്ങളാകുന്നതായ ആ ഗുണങ്ങളുടെ ഇടയിൽ കഴിയുന്ന സ്ത്രീകളല്ലേ. അങ്ങനെയുള്ളതായ ഈ പ്രാരബ്ധത്തിൽ വട്ടം ചുറ്റുന്ന നമുക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കൂ? പറയാനൊക്കെ പറ്റണുണ്ട്. എന്ത്? യാതൊന്നു കാൺമതതു യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. എന്നിട്ട് ഇപ്പൊ ഇതുവരെ നാരായണ പ്രതിമ കണ്ടാൽ തന്നെ നാരായണനാണോ എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോ നാരായണ പ്രതിമയാണ് എല്ലാം എന്ന് പറയാനല്ലാതെ എല്ലാത്തിനെയും നാരായണനായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികളായിട്ട് നമുക്ക് തോന്നണില്ല. ചെയ്യുന്നതെല്ലാം നാരായണ പൂജകളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയ പ്രാരബ്ധത്തിന് നടുവിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ പ്രാരബ്ധത്തിന്റെ നടുവിൽ വെച്ച് പരമഹംസന്മാരെ ആരാധിക്കുന്ന പരബ്രഹ്മത്തെ എങ്ങനെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റും? അപ്പൊ ഒരു കാര്യം ഉറപ്പ്, എത്രയോ മുകളിലിരിക്കുന്ന പറന്ന് 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 പരമഹംസങ്ങൾ ആശ്രയിക്കുന്നതായ ആ പരബ്രഹ്മത്തെ നമുക്ക് അവരെ പോലെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഇവിടെയാണ് കാരുണ്യാൽ, ഭഗവാന്റെ ഒരു കാരുണ്യം. നമുക്ക് അങ്ങോട്ടേക്ക് ഉയരാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോ ആ പരബ്രഹ്മം, നിരാകാരനായിരിക്കുന്ന നിർഗുണനായിരിക്കുന്ന പരബ്രഹ്മം എന്ത് ചെയ്തു? നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ പരമഭാവത്തിൽ നിന്ന്, പരമഹംസന്മാരെ ആശ്രയിക്കുന്ന ഭാവത്തിൽ നിന്ന് ഒരു സാധാരണ രൂപത്തിലേക്ക്, ഒരു സാധാരണ ലീലകളിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്നു. ആ ഇറങ്ങി വരവിനെയാണല്ലോ അവതാരം എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ ഇറങ്ങി വന്ന അവതാരങ്ങൾ അനേകമാണ്. മത്സ്യമായും കൂർമ്മമായും നരഹരിയായും ഭൃഗുരാമനായും വാമനനായും ശ്രീരാമനായും ഒക്കെ അവതാരങ്ങൾ അനേകം ആയിട്ടുണ്ടെങ്കിലും ഈ അവതാരങ്ങൾക്കിടയിൽ കൃഷ്ണാവതാരം എന്നൊരവതാരം. കുന്തിദേവി പറയണു, വേറെ എത്ര അവതാരങ്ങൾ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ജിഘ്രം ദൈവ നാസാഭ്യാം രംഭം ദൈവ ബാഹുഭി, ഇങ്ങനെ കൈകളെ കൊണ്ട് ചേർത്ത് പിടിക്കാനും, ഇങ്ങനെ മാരടത്തിലേക്ക് ചേർക്കാനും, ഇങ്ങനെ മൂക്കുകൊണ്ട് ഘ്രാണിക്കാനും, ഇങ്ങനെ അടുത്തറിയാനും മറ്റൊരവതാരവും സഹായിച്ചിട്ടില്ല. കൃഷ്ണനെ കണ്ടാൽ എന്താ? ആലിംഗനം ചെയ്യാനല്ലേ, ഈ കൃഷ്ണനെ ആലിംഗനം ചെയ്യാനല്ലേ, ഈ ഭഗവാനെ എടുക്കാനല്ലേ ഈ കൈകള് എന്ന് തോന്നും അത്രേ. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു അവതാരത്തെ കണ്ട ആലിംഗനം ചെയ്യാൻ തോന്നുന്നു? നരസിംഹാവതാരത്തെ കാണുമ്പോ ആലിംഗനം ചെയ്യണം എന്ന് തോന്നുന്നു? ഇല്ല. കൃഷ്ണനെ കാണുമ്പോ ഒന്ന് ആ ഭഗവാനെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കണം, ഒന്ന് ഭഗവാനെ മടിയിലിരുത്തണം എന്നൊക്കെ തോന്നും. മറ്റൊരവതാരത്തോടും ഈ ഒരു ഭാവം നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണാവതാരം, കൃഷ്ണന്റെ നിറം തന്നെ നീലയാണ് അല്ലേ. എല്ലാത്തിനെയും തന്നിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ആ ഒരു ഭാവമാണ്. സമുദ്രം അതിൻ്റെ അഗാധതയും അനന്തതയും കൊണ്ട് നീല നിറത്തിലേക്ക് മാറുന്നുണ്ട്. എത്ര തരത്തിലുള്ള നദികള്, എത്ര നിറത്തിലുള്ളതായ നദികള് സമുദ്രത്തിലേക്ക് ചേർന്നാലും അതിനെയൊക്കെ നീലയാക്കി മാറ്റണില്ലേ? അതുപോലെ ശിശുപാലൻ ചേർന്നതും
കംസൻ ചേർന്നതും ഗോപികമാര് ചേർന്നതും ഉദ്ധവൻ ചേർന്നതും ഈ ഒരു നീലവർണ്ണനിലേക്കാണ്. അവരൊക്കെ കൃഷ്ണനായി മാറി, അവരൊക്കെ ആ നീലസമുദ്രത്തിൽ ലയിച്ച് പരമാനന്ദത്തെ അനുഭവിച്ചു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണ്ഡിതനും പാമരനും ഒരുപോലെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അവതാരം മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗ്യമാണ് ഈ കൃഷ്ണാവതാരം എന്ന ഭാവത്തിൽ കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചു. കുന്തിസ്തുതി കഴിഞ്ഞ് പിന്നീട് പാണ്ഡവന്മാർക്ക് ഉണ്ടായ മാനസിക പിരിമുറുക്കം അതില്ലാണ്ടാക്കാൻ, ടെൻഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ പാണ്ഡവന്മാരെയും കൂട്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ചെല്ലുന്നതും ഭീഷ്മരുടെ ഉപദേശം നൽകുന്നതുമായ രംഗങ്ങളൊക്കെ അനുസ്മരിച്ചു. അവിടെയാണ് രണ്ടാമത്തെ സ്തുതി നമ്മൾ അനുസ്മരിച്ചത്, ഭീഷ്മസ്തുതി അല്ലേ. അപ്പോ ഭാഗവതത്തില് കുന്തിസ്തുതി, ഭീഷ്മസ്തുതി തുടങ്ങി മാർക്കണ്ഡേയ സ്തുതി വരെയുള്ളതായ വലിയ ഒരു സ്തുതി പരമ്പര തന്നെയുണ്ട്. സ്തവ്യ, സ്തവപ്രിയ, സ്തോത്രം, സ്തുതി, സ്തോതാരണപ്രിയ. സ്തവ്യനായിട്ട്, സ്തവപ്രിയനായിട്ട്, സ്തുതിയായിട്ട്, സ്തോതാവായിട്ട് ഒക്കെ ഭഗവാൻ തന്നെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തില് സ്തുതിക്ക് അർഹതയുള്ള ഒരാളേ ഉള്ളൂ, അത് ഭഗവാനാണ് അല്ലേ. ഭഗവാന് മാത്രമേ സ്തുതിക്ക് അർഹതയുള്ളൂ എന്നാ. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, മറ്റുള്ള ഏതൊരു സ്തുതിക്കും നമ്മളെക്കുറിച്ചൊക്കെയുള്ള സ്തുതികൾക്ക് കാലം ഒരു ഗ്യാരണ്ടി പീരീഡ് നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ. എത്ര കാലം നമ്മളെ സുന്ദര എന്ന് വിളിക്കും, എത്ര കാലം നമ്മളെ സുന്ദരി എന്ന് വിളിക്കും ഏ. ഒരു 20 കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ കാണണമായിരുന്നു, എന്തൊരു സുന്ദരിയായിരുന്നു എന്നറിയോ ഞാൻ എന്നോട് ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട്. 20 കൊല്ലം മുമ്പുള്ള അമ്മയൊന്നുമല്ല ഇപ്പോ. ആ ശരീരം മാറി, ആ ഭാവം മാറി, ഇപ്പൊ ആരും സുന്ദരി എന്നൊന്നും വിളിക്കാറില്ല. അപ്പോ എന്നാൽ ഭഗവാനെ സുന്ദര എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലായി? അപ്പൊ ഭഗവാന്റെ പ്രത്യേകത എന്താ? ഭഗവാനെ കുറിച്ച് എഴുതി വച്ച സ്തുതികൾക്ക് ഇന്ന് വരെ ഒരു മാറ്റം വേണ്ടി വന്നിട്ടില്ല എന്നാണ്. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ കുറിച്ച് സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന. ഗുരുവായൂരപ്പ, അങ്ങയെപ്പോലൊരു സുന്ദരൻ ഈ ഭുവനത്തിൽ വേറെ ഇല്ല, ഭുവനസുന്ദരൻ തന്നെ അങ്ങ് എന്നെഴുതി വെച്ചു എന്നുണ്ടെങ്കിൽ ആ മേൽപ്പത്തൂര് പറഞ്ഞ ഭുവനസുന്ദരന്റെ സൗന്ദര്യം, ഗുരുവായൂരപ്പന്റെ സൗന്ദര്യം ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് തൊഴുതിറങ്ങിയ ഭക്തന്മാര് പോലും കുറഞ്ഞു എന്നല്ല പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. എന്തൊരു ഭംഗിയാ ഗുരുവായൂരപ്പന്, എന്തൊരു ഭംഗിയാ ഗുരുവായൂരപ്പന് എന്നല്ലാതെ അതിലൊരു മാറ്റം വരുത്താൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോ ഐശ്വര്യം, വീര്യം, യശസ് തുടങ്ങിയതായ ഷഡ്ഗുണങ്ങളും നിറഞ്ഞ, ഭഗങ്ങൾ നിറഞ്ഞവനായ ഭഗവാൻ, ആ ഭഗവാന്റെ സർവവിധത്തിലുള്ളതായ ഗുണഗണങ്ങളെയും സ്തുതിക്കണം. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ ലോകത്തില് സുന്ദരൻ എന്ന ആ പദവിക്കൊരാൾക്കേ അധികാരമുള്ളൂ അല്ലേ. ഇപ്പോ എന്താ വിശ്വസുന്ദരൻ, വിശ്വസുന്ദരി മത്സരമൊക്കെ നടക്കാറുണ്ടല്ലോ. ഇപ്പോ നമ്മൾ കാണുന്ന വിശ്വസുന്ദരിയുടെ ഒക്കെ അവസ്ഥ എന്താ? ഒരാഴ്ച കുളിക്കാണ്ടിരുന്നാൽ കാണാം. ഇനി പോട്ടെ, ഈ വിശ്വസുന്ദരി അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കാം. 24 മണിക്കൂർ ഐസിലിട്ടില്ലെങ്കിൽ, ഐസ് പെട്ടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ സുന്ദരിയുടെ സൗന്ദര്യമൊക്കെ കൂടി പൊട്ടി പുറത്തേക്ക് വരും, മൂക്കു പൊത്തും നമ്മള്. അപ്പോ പറഞ്ഞു വരുന്നത്, ഇപ്പോ നമ്മളിങ്ങനെ സുന്ദരനായിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? ഇതിനകത്ത് ചൈതന്യമായിരിക്കുന്നതായ ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. ആ ഭഗവത് ചൈതന്യം ജീവശക്തിയായിട്ട്, പ്രാണശക്തിയായിട്ട് ഈ ജഡത്തിനകത്ത് ശിവമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്നത് കൊണ്ടാണ് ഈ ശവം സുന്ദരനാട്ടോ സുന്ദരിയാട്ടോ എന്നുള്ള അംഗീകാരം വാങ്ങുന്നത്. ഏത് നിമിഷത്തിലാണോ ആ ശിവമായിരിക്കുന്ന ചൈതന്യം ഇതിൽ നിന്ന് പോകുന്നത്, ആ നിമിഷം പിന്നെ ഈ ശരീരത്തിനുള്ള സൗന്ദര്യം അസ്തമിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ സുന്ദരൻ ഒരാളേ ഉള്ളൂ, അത്
ഭുവനസുന്ദരനായ ഭഗവാനാണ്. സുന്ദരി ഒരാളെയുള്ളൂ, അത് ത്രിപുരസുന്ദരിയായ ഭഗവതിയാണ്. അപ്പൊ എല്ലാ തരത്തിലും സ്തുതിക്ക് അർഹത ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കൂ. ഭീഷ്മരും കുന്തിദേവിയും മാർക്കണ്ഡേയനും ഒക്കെ ഭാഗവതത്തിൽ കൂടി നമ്മളോട് പഠിപ്പിക്കുന്നത് ഭഗവാനെ സ്തുതിക്കൂ. നാവുണ്ടോ, ആ നാവ് കൊണ്ട് ഭഗവാനെ സ്തുതിക്കൂ. ആ ഭീഷ്മസ്തുതിയെ പാടി പിന്നീട് പാണ്ഡവന്മാരുടെ പേരക്കുട്ടിയായി പരമഭാഗവതനായി പരീക്ഷിത്ത് എന്ന ആ ഉണ്ണിയുടെ ജന്മത്തെ അനുസ്മരിച്ചു. കൃഷ്ണാവതാരം കഴിഞ്ഞ്, കൃഷ്ണനാട്ടം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചുപോയി എന്നുള്ള വാർത്ത അറിഞ്ഞ പാണ്ഡവന്മാര് മഹാപ്രസ്ഥാനം ചെയ്ത് പാണ്ഡവന്മാര് ഹിമാലയത്തിലേക്ക് പുറപ്പെടുന്ന രംഗം. പരീക്ഷിത്ത് എന്ന ആ പേരക്കുട്ടിയെ രാജ്യഭരണം ഏൽപ്പിച്ചു. ഭദ്രാശം, കേതുമാലം തുടങ്ങിയ 9 ഖണ്ഡങ്ങളെയും പരീക്ഷിത്ത് ഭരിച്ചു. കലിയെ സരസ്വതീ തീരത്ത് വെച്ച് കണ്ടുമുട്ടി. കലിയെ പരീക്ഷിത്ത് കണ്ടുമുട്ടുന്നത് സരസ്വതീ നദിയുടെ തീരത്ത് വെച്ച അല്ലേ. അപ്പൊ കലി ശരിക്കും ഇരിക്കണത് എവിടെയാ? സരസ്വതിയുടെ അറ്റത്ത, സരസ്വതിയുടെ വക്കില. ആരാ സരസ്വതി? വാക്ക്, വാണി, നാവ്. ഇപ്പൊ ശരിക്കും കലിയിപ്പ് ഇരിക്കണത് എവിടെയാ? നമ്മുടെ നാവിൻ്റെ മുകളില അല്ലേ. കലിയുടെ യഥാർത്ഥത്തിലുള്ള ഇരിപ്പിടം നാവിൻ്റെ മുകളിലാണ്. അപ്പോ ഈ കലിയെ നാവിൽ നിന്ന് പറഞ്ഞേക്കാൻ ഒരു വഴിയുള്ളൂ. എന്താ വഴി? കലിയുഗത്തില് നാമജപം അല്ലേ. അതാണ് കലിയുഗത്തില് നാമജപത്തിന് ഇത്ര പ്രാധാന്യം. ഹരേർനാമേവ നാമേവ ഹരേർനാമേവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. അപ്പോ ഈ ഒരു നാവുണ്ടോ, മൂകനയങ്ങൊഴിച്ചുള്ള ഏതൊരു മനുഷ്യർക്കും നാമം ജപിക്കാം. അപ്പൊ നാമം ജപിക്കുമ്പോ എന്താ ഗുണം എന്നറിയോ? നാമം ജപിക്കുമ്പോ കലി പതുക്കെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് പുറപ്പെടും. എന്തേ, ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നാമം ജപം കേട്ടാൽ നാവിൽ നിന്ന് പതുക്കെ കലി അങ്ങ് പുറപ്പെടും. നാമം ജപം നിർത്തിയാലോ? ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭാഗവതം പറയുന്നുണ്ട്, സർവത്ര ഗോവിന്ദ എന്ന് കേൾക്കുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലുന്നുണ്ട്, സഹസ്രനാമൊക്കെ ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ നിർത്തി പുറത്തേക്കങ്ങ് ഇറങ്ങിയാലോ? അപ്പോഴേക്കും കലി പതുക്കെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് ആദ്യേ നാവിൻ്റെ മുകളിൽ സീറ്റ് പിടിക്കും. അപ്പോ സരസ്വതീ നദിയുടെ തീരത്ത് വെച്ച് യുഗപുരുഷനായ കലിയെ കണ്ടുമുട്ടിയ പരീക്ഷിത്ത് ആ കലിക്കിരിക്കാൻ 5 സ്ഥാനങ്ങൾ നൽകി എന്നും തനിക്ക് ഇരിക്കാൻ സ്ഥലം തന്ന പരീക്ഷിത്തിന്റെ ഇരിപ്പ് തന്നെ കലി ഇല്ലാണ്ടാക്കി. അങ്ങനെയാണ് ശമീക മഹർഷിയുടെ ശാപത്തിന് അടിമപ്പെടുന്നത് പരീക്ഷിത്ത്. 7-ാം നാള് തക്ഷകൻ കരിച്ചു മരിക്കട്ടെ, തക്ഷകൻ ദംശിക്കട്ടെ എന്നുള്ളതായ ശമീകപുത്രനായ ശൃംഗിയുടെ ശാപത്തെ സ്വീകരിച്ചു. തൻ്റെ പുത്രനെ രാജ്യഭരണം ഏൽപ്പിച്ച് പരീക്ഷിത്ത് ഗംഗാതീരത്തേക്ക് പ്രായോപവേശം എന്ന വ്രതവുമായി എത്തിച്ചേരുന്നു. ഗംഗാതീരത്തെത്തി വടക്കോട്ട് മുഖമായി ഇരുന്നതായ പ്രായോപവേശം, ഉപവാസം തുടങ്ങിയതായ പരീക്ഷിത്ത് ഇനി മരണം വരെ 7 ദിവസം തനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പരീക്ഷത്തിന് ഉറപ്പായി. നമുക്കിപ്പോൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള തോന്നൽ എന്താ വെച്ചാൽ, നമുക്ക് ഇപ്പോഴൊന്നും മരണമില്ല എന്നുള്ളതുണ്ടാ. നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഒരാൾ ഡേറ്റ് എഴുതി തന്നാലുള്ള അവസ്ഥ എന്താ? പിന്നെ എന്താ നമുക്ക് ചെയ്യാനുണ്ടാവുക? പാട്ട് കേൾക്കാൻ തോന്നുമോ? സിനിമ കാണാൻ തോന്നുമോ? ഭക്ഷണം കഴിക്കാൻ തോന്നുമോ? ഒന്നും തോന്നില്ല. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തതായ ആ ഒരു 7 നാളുകള് എന്ത് ചെയ്യേണ്ടു എന്ന് പരീക്ഷിത്ത് ചിന്തിച്ചപ്പോഴാണ് പരീക്ഷിത്ത് ആലോചിച്ചത്, താൻ എത്രയോ കാലങ്ങളായിട്ട് കേൾക്കുന്നു സാരഥ്യ പാരുഷദ സേവന സഖ്യ ദൗത്യ വീരാസനാനുഗമനസ്തവന പ്രണാമം സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതിം ച വിഷ്ണോർഭക്തിം കരോതി നൃപതി ശരണാരവിന്ദേ. തൻ്റെ
പൂർവികന്മാരായ പാണ്ഡവന്മാരോട് കാരുണ്യം ചൊരിഞ്ഞ കൃഷ്ണൻ, തൻ്റെ മുത്തശ്ശനായ പാർത്ഥന്റെ സാരഥിയായ കൃഷ്ണൻ, തൻ്റെ മുത്തശ്ശിയായ പാഞ്ചാലിക്ക് പൂഞ്ചേല കൊടുത്ത് അനുഗ്രഹിച്ച കൃഷ്ണൻ പോരാ, എത്രയെത്ര ആപത്തുകളിൽ നിന്നാണ് വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാദസൽ സഭായ വനവാസ കൃച്ഛ്രത മൃധേ അനേക മഹാരഥാസ്ത്രതോ, എത്രയോ ആപത്തുകളിൽ നിന്ന് തൻ്റെ പൂർവികന്മാരെ രക്ഷിച്ചതായ കൃഷ്ണൻ പോരാ, തൻ്റെ അമ്മയായ ഉത്തരയുടെ ഗർഭത്തിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു ദഹിച്ച ഒരു മാംസപിണ്ഡമായിരുന്ന തന്നെ താമരക്കണ്ണുകൊണ്ട് കടാക്ഷിച്ച് ജീവിപ്പിച്ച കൃഷ്ണൻ. ഇനിയിപ്പോൾ 7 ദിവസം വേറെ പണിയൊന്നുമില്ലല്ലോ, കൃഷ്ണനെ കുറിച്ച് കേൾക്കാം, ഭഗവാനെ കുറിച്ച് കേൾക്കാം, തൻ്റെ പൂർവികന്മാരോട് കാരുണ്യം ചൊരിഞ്ഞ ആ ഭഗവാന്റെ കഥകൾ കേൾക്കാം എന്ന് പരീക്ഷിത്ത് ആഗ്രഹിച്ചു. അവിടേക്ക് എത്രയോ ഋഷീശ്വരന്മാര് കയറി വന്നു എന്നാണ്. പരീക്ഷത്തിനെ അനുഗ്രഹിക്കാൻ വന്നതായ സകല ഋഷീശ്വരന്മാരെയും നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് പറയുന്നു, നിങ്ങളൊക്കെ എൻ്റെ ഇനിയുള്ള 7 ദിവസം ഭഗവാന്റെ കഥകൾ കേൾപ്പിച്ച് എന്നെ അനുഗ്രഹിക്കണം. കാരണം എപ്പോഴൊക്കെയാണോ ഈ ഭഗവത് കഥകളിൽ നിന്ന് എൻ്റെ മനസ്സ് വിട്ടുപോണത്, അപ്പോഴൊക്കെ എൻ്റെ മനസ്സുണ്ടല്ലോ തക്ഷകനെ ഓർമ്മിപ്പിക്കും, വരാൻ പോകുന്ന മരണത്തെ ഓർമ്മിപ്പിക്കും, ബ്രഹ്മശാപത്തെ ഓർമ്മിപ്പിക്കും. അപ്പൊ എന്ത് വേണം? മനസ്സിനെ അത്തരത്തിലുള്ളതായ ദുഃഖങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ ആ മനസ്സിന് സദാസമയവും ആനന്ദം ലഭിക്കാൻ, മനസ്സിന് ലഹരിയായിട്ട് ഭക്തി ഉണ്ടാവാൻ ഭഗവത് കഥകൾ കൊണ്ട് സാധിക്കും. അപ്പൊ ഭക്തി എന്നുള്ളതും ഒരു ലഹരിയാണ് അല്ലേ? അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികളൊക്കെ സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി എന്നൊക്കെ സ്തോത്രങ്ങൾക്ക് പേരിട്ടത്. അപ്പൊ ഭക്തി എന്നുള്ളതായ ഈ ഒരു ലഹരിയിലേക്ക് മനസ്സ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലൗകികമായ ലഹരികളുടെ ഒന്നും ആവശ്യം പിന്നെ ഇല്ല. ലൗകികമായിട്ടുള്ളതായ ആ ദുഃഖങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റിവെക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ, കൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഇത്ര ആനന്ദമുണ്ടെങ്കിൽ ആ കൃഷ്ണന്റെ കഥകൾ അങ്ങ് പറഞ്ഞോളൂ. 7 ദിവസം നിങ്ങൾ കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ. 7 ദിവസം ആ ഭഗവാന്റെ അവതാരലീലകൾ പാടിത്തരൂ. എൻ്റെ മനസ്സ് തക്ഷകനെ മറന്ന്, മരണത്തെ മറന്ന്, ബ്രഹ്മശാപത്തെ മറന്ന് ആനന്ദിച്ചു കൊള്ളട്ടെ എന്ന് പരീക്ഷിത്ത് അവരോടൊക്കെ ഭാഗവതം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അവരാരും മിണ്ടിയില്ല എന്നാണ് അല്ലേ? അതെന്താ? ഭാഗവതം അറിയാത്ത ആൾക്കാരായിരുന്നു അവിടെ ഇരുന്ന ആൾക്കാര് അല്ല. ഭാഗവതം രചിച്ച വേദവ്യാസൻ എവിടെയുണ്ട്? വേദവ്യാസന് ഭാഗവതം ഉപദേശിച്ച നാരദർ എവിടെയുണ്ട്? മൈത്രേയ മഹർഷി എവിടെയുണ്ട്? പരശുരാമസ്വാമികളുണ്ട്. ഇവരൊക്കെ ഭാഗവതത്തിൽ താല്പര്യമുള്ളവര്, ഭാഗവതത്തെ ഭംഗിയായിട്ട് അറിയുന്ന ആൾക്കാരാ. പക്ഷേ പരീക്ഷിത്ത് ഭാഗവതം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഇവരൊന്നും ഭാഗവതം പറയാൻ പുറപ്പെട്ടില്ല എന്ന്. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, ഒന്ന് നമുക്ക് ചിന്തിക്കാം. പരീക്ഷത്തിന്റെ മുൻപില് ഭാഗവതം പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഭാഗവതത്തെ നിന്ദിക്കലാവും. വേദവ്യാസ മഹർഷി ആദ്യം തന്നെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിർമ്മത്സരാണാം സതാം വേദ്യം. ഭാഗവതം ആരുടെ മുമ്പിൽ പറയണം? ഭാഗവതം ആരുടെ മുമ്പിൽ പറയണം? കേൾക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ മുൻപിൽ വേണം ഭാഗവതം പറയാൻ. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മണിയുടെ ബസ്സാ? എനിക്കിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നാ ഞാൻ കുറച്ച് ഭാഗവതം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നല്ല ഭാഗവതം. പിന്നെയോ, എനിക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നാഗ്രഹിച്ച് വരുന്നവരുടെ മുൻപിലേ ഭാഗവതം പറയാൻ പാടുള്ളൂ. ശ്രദ്ധയുള്ളവരുടെ മുൻപിൽ വേണം ഭഗവാന്റെ കഥ പറയാൻ. ഭാഗവതത്തിൽ തന്നെ ഇതിന് എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. കൃഷ്ണാവതാരം വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിച്ച പരീക്ഷത്തിന്റെ മുൻപില് 2 ശ്ലോകം കൊണ്ട് കൃഷ്ണകഥ മുഴുവൻ ചുരുക്കി പറഞ്ഞു ശുഗബ്രഹ്മർഷി. അപ്പൊ പരീക്ഷിത്ത് ശ്രദ്ധിച്ചു, എന്താ ഗുരുനാഥ ഇങ്ങനെ ചുരുക്കിയത്? വിസ്തരിച്ച് പറയണ്ടേ?
അപ്പോഴാണ് വിസ്തരിച്ചു പറയുന്നത്. അപ്പോ എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രമാണ് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളുടെ മുൻപിൽ മാത്രമേ എന്തു പറയാൻ പാടുള്ളൂ? ഭാഗവതം പറയാൻ പാടുള്ളൂ. 7-ാം ദിവസം മരിക്കും എന്നറിഞ്ഞ് ഗംഗാതീരത്തിരിക്കുന്ന പരീക്ഷത്തിന്റെ മുൻപില് എങ്ങനെ ഭാഗവതം പാടും? കാരണം പരീക്ഷത്തിന് ശ്രദ്ധയുണ്ടാവുമോ? നമ്മളാണിപ്പോ പരീക്ഷത്തിന്റെ സ്ഥാനത്ത് എന്ന് വിചാരിക്കുക, ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കാനുണ്ടാവുമോ? 7-ാം ദിവസം മരിക്കും എന്നറിഞ്ഞാലേ ഭാഗവതം കേൾക്കാൻ വരുമോ എന്നുള്ള കാര്യം വേറൊന്ന്. ഇപ്പൊ മരണത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാഞ്ഞിട്ട് തന്നെ നമുക്കിപ്പോ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ മരിക്കും എന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെയാ നമ്മൾ ഇത് ശ്രദ്ധിക്കുക? അപ്പൊ പരീക്ഷത്തിന് ശ്രദ്ധ കുറഞ്ഞു പോവോ എന്നൊരു സംശയം. ഇനി അതല്ല, ഭാഗവതം അത് പറയലല്ലാത്രേ സുഖം, പിന്നെയോ കേൾക്കലാണ് സുഖം. ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പറയുന്നതിനേക്കാൾ സുഖം അത് കേൾക്കലാണ്. അപ്പൊ നാരദര് വിചാരിക്കും വേദവ്യാസൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കാലോ, മൈത്രേയൻ വിചാരിക്കും നാരദ മഹർഷി പറയുമ്പോൾ എനിക്ക് കേൾക്കാലോ. ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കലാണ് ആനന്ദം. അതുകൊണ്ട് അവരാരും പറയാൻ തയ്യാറായില്ല. അല്ലേ? കേൾക്കലാണോ സുഖം, പറയലാണോ സുഖം? ഏതാ സുഖം? നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നത്? കേൾക്കലാണ് സുഖം. പറയൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഒന്നിങ്ങനെ ശബ്ദം എടുക്കണം, പിന്നെ സമയം ശ്രദ്ധിക്കണം, പിന്നെ വിഷയം ശ്രദ്ധിക്കണം, പിന്നെ പേരുകൾ ശ്രദ്ധിക്കണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഉറങ്ങണുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ പറയുന്ന ആളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് കേൾക്കുന്ന ആൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ സൗകര്യം അങ്ങനെ ഇരിക്കുക, ഭഗവാന്റെ കഥ എങ്ങനെ കേൾക്കുക. അപ്പോ ശ്രീനാരദാദി ഋഷീശ്വരന്മാര് ഭഗവാന്റെ കഥ കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ പരീക്ഷത്തിന്റെ മുൻപിലേക്ക് ആ ഭഗവത് കഥകളെ വിളമ്പാനായിട്ട് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര, ഭഗവാൻ തന്നെ അവതരിച്ചു. ഏതു രൂപത്തില് പറയാം, ഇവിടെ നിർത്താം. ഭഗവാൻ തന്നെ പരീക്ഷത്തിന്റെ മുൻപിലേക്ക് അവതാരം ചെയ്തു. ഏത് രൂപത്തില്? വ്യാസപുത്ര, സാക്ഷാൽ ശ്രീശുക ബ്രഹ്മഋഷിയായിട്ട്. അപ്പൊ പരീക്ഷിത്ത് എന്ന ഗുരു ആ ശ്രോതാവിന്റെ മുൻപിലേക്ക് ഭഗവത് കഥകളെ, ഭഗവത് കഥാമൃതത്തെ പാടിക്കൊടുക്കാൻ സാക്ഷാൽ ശ്രീശുക ബ്രഹ്മഋഷി എന്ന ആ പരമഗുരുനാഥൻ അവതരിച്ചപ്പോ ഗുരുനാഥനെ കണ്ടതും പരീക്ഷത്തിന്റെ ഹൃദയത്തില് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം. അതുവരെ ഭാഗവതം പറഞ്ഞാലായിരുന്നു ആശ്വാസം. അതുവരെ ഭാഗവതം കേട്ടാൽ മതി എന്ന് സമാധാനാവും എന്ന് കരുതിയ പരീക്ഷത്തിന് ശുഖബ്രഹ്മഋഷിയെ കണ്ടപ്പോ ഭാഗവതം കേൾക്കണമെന്നില്ല, ശുഖബ്രഹ്മഋഷി എന്ന ഭാഗവതനെ കണ്ടപ്പോൾ തന്നെ ഭാഗവതം കേട്ട അനുഭവം ഉണ്ടായിന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അപിമേ ഭഗവാൻ പ്രീതഃ, എനിക്ക് വളരെ വളരെ സന്തോഷമായി. കാരണം ഭഗവാൻ എന്നോട് ഇത്ര കാരുണ്യം ചൊരിയുന്നുണ്ടല്ലോ. കാരണം ഈ ഒരു സമയത്താണ് എനിക്ക് ഭാഗവതം ആവശ്യം. ഇതിനു മുമ്പ് എത്രയോ ഞാൻ കൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും ആവശ്യമില്ല എന്നല്ല. പക്ഷേ ഈ ഒരു ആപത്ത് വരുമ്പോഴല്ലേ അതിൻ്റെ ശരിക്കുള്ള ഉപയോഗം. ആപത്ത് വരുമ്പോഴല്ലേ അതിൻ്റെ ആവശ്യം, ഉപയോഗം. കൊട എപ്പോഴാണ് നമുക്ക് ആവശ്യം? നല്ല മഴ വരുന്ന സമയത്തല്ലേ ആവശ്യം. ബാക്കി സമയത്തൊക്കെ ബേഗിലുണ്ടായിരുന്നു, ഇന്ന് ഞാൻ കൊടയെടുത്തിട്ടില്ല, അപ്പൊ മഴയും പെയ്തു, അസലായില്ലേ. അപ്പൊ ആവശ്യമുള്ള സമയത്ത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു കൃഷ്ണന്റെ കഥകള്. ഞാൻ എത്രയോ മുത്തശ്ശിയിൽ നിന്ന് കേട്ടതാണ്, എത്രയോ മുത്തശ്ശന്മാരിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ ആ കൃഷ്ണ കഥകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് ആവശ്യം ഇതാ, ഈ ഒരു പ്രായോപവേശം ചെയ്യാനിരിക്കുന്ന, മരണത്തെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ആവശ്യം. ആ സമയത്ത് എനിക്കത് കൊണ്ടു തന്നില്ലേ ഭഗവാൻ. ആ സമയത്ത് ഭഗവാന്റെ കഥ കേൾപ്പിക്കാൻ, പാടിത്തരാൻ ഒരു ഗുരുനാഥനെ തന്നുവല്ലോ എന്ന ഭാവത്തിൽ പരീക്ഷിത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ശുഖബ്രഹ്മ ഋഷിയോട്. പരീക്ഷിത്ത് ചിന്തിക്കുമ്പോൾ തനിക്ക് മാത്രല്ല
ജനിച്ച എല്ലാവർക്കും മരണം ഉണ്ട് ഇല്ലേ? ജനിച്ച എല്ലാവർക്കും മരണമുണ്ട് ഇല്ലേ? നമ്മൾ ആരെങ്കിലും ഇപ്പൊ സ്ഥിരമായിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ? പോളിസിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതൊന്നും എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തായാലും ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊക്കെ മരണമുണ്ട്. കാരണം നമ്മളെക്കാൾ വലിയ കേമന്മാര് എന്ന് അഹങ്കരിച്ച ആൾക്കാരെ ഒന്നും ഇപ്പൊ കാണാനില്ല. പഴയ തറവാടുകളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തെ തറവാടുകളിൽ അവിടെ പോയാൽ വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കാണാം. ചാരുകസേരയുടെ മുകളിൽ വളഞ്ഞ ഒരു വടിയുടെ മുകളിൽ കൈയൊക്കെ വെച്ച് കസവ് മുണ്ടൊക്കെ പുതച്ച് കുടുമയൊക്കെ കെട്ടിയിട്ടുള്ള അതിഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ തറവാട്ടിലുള്ള ആള് പറയും, അറിയോ ഇയാളെ? അയ്യയ്യോ, ഒരു കാലത്ത് ഈ നാട് മുഴുവൻ വിറപ്പിച്ച ആളാ. ഒരു കാലത്ത് ഇയാളെ കണ്ടാ പിന്നെ വഴിയിൽ ഒരാൾ നിൽക്കില്ല, എല്ലാവരും പോവും. എന്നിട്ട് ഇപ്പൊ ഇയാളോ? അയാള് പോയി. അപ്പോ പറഞ്ഞു വരുന്നത്, എത്രയോ കാലം ലോകം മുഴുവൻ അടക്കി ഭരിച്ചു എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ഏതോ ഒരു ചുമരിന്റെ മുകളിൽ നമ്മുടെ കളർ ഫോട്ടോയും വരും എന്നുള്ള കാര്യത്തിൽ. അപ്പോ ഉണ്ടായവർക്കൊക്കെ മരണമുണ്ട് എന്നുണ്ടെങ്കിൽ പരീക്ഷിത്ത് ചോദിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു കൂടി സുഖത്തിനായിട്ട് വരണം. താൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യനും, ഓരോ മർത്യനും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് പരീക്ഷിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, മരണമുള്ള ഒരു വ്യക്തിയുടെ കർത്തവ്യം എന്താണ്? മരിക്കാൻ പോകുന്ന ഒരാളുടെ കടമ എന്താണ്? യൽ ശ്രോതവ്യം, അയാൾ എന്ത് കേൾക്കണം? യൽ കർത്തവ്യം, അയാളുടെ കർത്തവ്യം എന്താണ്? യൽ സ്മർത്തവ്യം, അയാൾ ആരെയാണ് സ്മരിക്കേണ്ടത്? അല്ലെങ്കിൽ ആരെ സ്മരിക്കുമ്പോഴാണ് മരിക്കാൻ പോണ ആൾക്ക് സമാധാനം കിട്ടുക? ആരെയാണ് ഭജിക്കേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഇതൊക്കെ പറഞ്ഞു തരണം. പ്രോരാ ബ്രൂഹിയദ്വാ വിപര്യം, ഇതിന് വിപരീതമായതും എനിക്ക് പറഞ്ഞു തരണം. അതായത് വേണ്ടുന്നതും പറഞ്ഞു തരണം, വേണ്ടുന്നതും പറഞ്ഞു തരണം. വേണ്ടുന്നതിന്റെ വിപരീതം എന്താ? വേണ്ടുന്നതിന്റെ വിപരീതം വേണ്ടാത്തതും പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് സംശയമായി, ഈ വേണ്ടുന്നത് ശരി, വേണ്ടാത്തത് എന്തിനാ കേൾക്കേണ്ട ആവശ്യം എന്നാണെങ്കിൽ, വേണ്ടാത്തതിൻ്റെ ദോഷം അറിയുമ്പോഴാണ് വേണ്ടുന്നതിൻ്റെ ഗുണം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അല്ലേ? വേണ്ടാത്തതിൻ്റെ ദോഷം ശരിക്കും അറിയുമ്പോഴാണ് അത് കഴിക്കണ്ടാട്ടോ, അത് അധികം കഴിക്കണ്ടാട്ടോ, സാരില്ല എന്നാ അല്ല, അത് അധികം കഴിക്കണ്ടാട്ടോ. പറഞ്ഞപ്പോഴൊന്നും കേട്ടില്ല, കഴിച്ചപ്പോ മനസ്സിലായി, ഇനി കഴിക്കില്ല. ഇപ്പൊ ശരിക്കും മനസ്സിലായി എന്ത്, അത് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന്. ഇതുപോലെ ഏതാണ് നല്ലത് എന്ന് ശരിക്കും മനസ്സിലാവാൻ ദോഷം ഏതാണെന്നും കൂടി അറിയണം. അതുകൊണ്ടാണ് പരീക്ഷിച്ച് ചോദിച്ചത്, മരണമുള്ള ഒരു വ്യക്തിയുടെ കർത്തവ്യം എന്താണ്? അപ്പൊ പരീക്ഷത്തിന്റെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ മരിക്കാൻ പോകുന്ന മരിക്കുന്ന ആൾക്കാരുടെ കർത്തവ്യം എന്ത്? ഇതിനുള്ള മറുപടിയാണ് ഭാഗവതം. എങ്കിൽ ഭാഗവതം ആര് കേൾക്കണം? ഭാഗവതം ആര് കേൾക്കണം? മരിക്കാൻ പോണ ആൾക്കാര്, മരിക്കുന്ന ആൾക്കാര് കേൾക്കണം അല്ലേ? മരണമുള്ള ആൾക്കാര് കേൾക്കേണ്ടതാണ് ശരിക്കും ഭാഗവതം. ശരിക്കും നോട്ടീസിന്റെ അടിയിൽ വിൽക്കായിരുന്നു, എന്ത്, മരണമുള്ളവർ മാത്രം കേൾക്കാൻ വന്നാൽ മതിയെന്ന് അല്ലേ? കാരണം ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കണ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, ഓ എന്നാ പിന്നെ ഞാൻ വരണ്ടേയായിരുന്നു. കാരണം ഇത് മരണമുള്ള ആൾക്കാർക്കുള്ള പരിപാടിയല്ലേ, ഞാൻ അങ്ങനെ മരിക്കുന്ന ആളല്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ നന്നായിട്ടൊന്ന് ചിന്തിക്കാനാണ് ഈ ഒരു പ്രഥമസ്കന്ധം നമ്മളോട് പറയണത്. മരണമുള്ളവരുടെ കർത്തവ്യം എന്ത് എന്നുള്ളതിനുള്ള മറുപടിയാണ് ഭാഗവതം എന്നുണ്ടെങ്കിൽ, മരണമുള്ളവർ വേണം എന്ത് കേൾക്കാൻ? ഭാഗവതം കേൾക്കാൻ. എന്നാ പിന്നെ എനിക്ക് വേണമെന്നില്ല എന്ന് തോന്നുന്നുള്ളവര്, തോന്നുന്ന ആൾക്കാരിനി വരണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളൊക്കെ മർത്യന്മാരാണ്. മർത്യൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മൃത്യു കൂടെ ചരിക്കുന്നവൻ എന്നാണ് അല്ലേ?
ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജനിച്ചതു മുതൽ നമ്മളോടൊപ്പം ആ മരണമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ് ഭാഗവതം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പരീക്ഷത്തിന്റെ നിസ്വാർത്ഥമായ ചോദ്യം, അല്ലേ, ഞാൻ രക്ഷപ്പെടാൻ എന്താ വഴി, എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിക്കുന്നതായ ആ ഒരു ലോകത്തിന്റെ സ്വാർത്ഥത വിട്ട് ലോകത്തിന് മുഴുവൻ നന്മയുള്ള ഒരു ചോദ്യം ചോദിച്ച പരീക്ഷത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധത്തില് ശ്രീശുകവാണി ആരംഭിക്കുന്നത്. വരീയാനേഷത്തെ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽ സമ്മത പുംസം ശ്രോതവ്യാതിഷയഃ പരാം. പരീക്ഷത്തെ, അങ്ങയുടെ ഈ ചോദ്യം വരീയാനേഷത്തെ പ്രശ്ന വളരെ വളരെ നല്ലതായിട്ടുണ്ട്. ലോകഹിതം നൃപ, അങ്ങിങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടുണ്ടല്ലോ, ചോദ്യം ചോദിച്ച അങ്ങയ്ക്ക് മാത്രല്ല, ഈ ലോകത്തില് ഈ ഉത്തരം കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഫലം കിട്ടും, അല്ലേ? ബസ്സില് ഈ പെർഫ്യൂമൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരില്ലേ, പെർഫ്യൂം പറയാ, അത്തറൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരില്ലേ, അവരിപ്പോ നമ്മളിങ്ങനെ കൈ കാണിച്ചു കൊടുത്താൽ വേണമെങ്കിൽ ഇവിടെ ഒന്ന് അരച്ചു തരും, ഇതിന് ഒന്ന് വാസനിക്കാൻ. മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ ഇയാൾക്ക്, ഈ അത്തറ വിൽക്കുന്ന ആൾക്ക് ഇതെല്ലാവർക്കും ഇങ്ങനെ അരച്ചു കൊടുക്കണം എന്നാണോ ആഗ്രഹം? അല്ല, അയാൾക്ക് ഇത് ഒരാൾക്ക് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് വിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരാളത് വാങ്ങുകയാണ് വിചാരിക്കുക, ആ വാങ്ങിയ ആൾ എന്ത് ചെയ്തു എന്നറിയോ, ഒന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തെടുത്ത് വാസനിച്ചു. ഇയാൾ വാസനിക്കുമ്പോ തൊട്ട് പിറകിലെ കസേരയിൽ, അപ്പോൾ തൊട്ടു പിറകിലെ സീറ്റിലിരിക്കുന്ന ആള്, അല്ലേ, ഒരു പൈസയും ഒരു ചെലവും ഇല്ലാണ്ട് അയാൾക്കും കിട്ടി. അപ്പോ പറഞ്ഞതുപോലെ പരീക്ഷിത്താണ് ശുഖബ്രഹ്മർഷിയിൽ നിന്നും ഈ ഭാഗവതത്തെ സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ പരീക്ഷത്തിന് മാത്രമാണോ ഗുണം കിട്ടിയത്? അല്ല, ആ പരീക്ഷത്തിന്റെ പിറകിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഭാഗവത സുഗന്ധം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കണു. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ശുഖബ്രഹ്മർഷി പറഞ്ഞത്, പരീക്ഷത്തെ, അങ്ങയുടെ ചോദ്യം ലോകഹിതം നൃപ, ലോകത്തിന് മുഴുവൻ ഹിതകരമായിട്ട് തീരും. പിന്നെ ആരെയാണ് ആശ്രയിക്കേണ്ടത്, ആരുടെ കഥയാണ് കേൾക്കേണ്ടത്, ആരുടെ നാമമാണ് ജപിക്കേണ്ടതെന്നൊക്കെയാണല്ലോ അങ്ങ് ചോദിച്ചത്. ഇതിനൊക്കെ ഉത്തരം ഒന്ന് തന്നെ, ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാന്റെ പാദം ഭജിക്കണം, ഭഗവാനെ സ്മരിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. ഇതറിയാത്തവരൊന്നുമല്ല നമ്മള്, അല്ലേ? ഈശ്വരനുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും നാളെ ഈശ്വരാന്നല്ലാണ്ട് വേറെ ആരാ വിളിക്കുക? അല്ലേ? വല്ലാണ്ട് ടെൻഷൻ വരുമ്പോഴേ, വല്ലാണ്ട് പ്രാരബ്ധം വരുമ്പോ ആരെയാ നമുക്ക് നാല് ചീത്ത പറയാൻ സൗകര്യം? നമുക്ക് വല്ലാണ്ട് ടെൻഷനും പ്രാരബ്ധം വരുമ്പോ ആരെയാ നമുക്ക് നാല് ചീത്ത പറയാൻ സൗകര്യം? അയൽവാസിയെയാണോ? ബന്ധുവിനെയാണോ? മക്കളെയാണോ? ഭർത്താവിനെയാണോ? ഭാര്യയാണോ? ഒന്നുമല്ല. നേരെ പൂജാമുറി പോവുക, എന്താ ഗുരുവായൂരപ്പ എന്നോടിങ്ങനെ, ഞാനെത്ര പാൽപ്പായസം തന്നതാന്ന് ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലും ആശ്രയിക്കാൻ നമുക്ക് ഈശ്വരനെ ഒരു കാലത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈശ്വരനെ ആശ്രയിക്കലാണ്, അല്ലെങ്കിൽ ആ ഒരു രംഗത്തിലേക്ക് എത്തേണ്ടി വരും എല്ലാവർക്കും. അവനവൻ ഇത്രകാലം സംരക്ഷിച്ച ശരീരം പോലും നാളെ നമ്മളെ ചതിക്കും, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്ത മെനക്കേട് എത്രയാ, എത്ര ചെലവാക്കിയിട്ടുണ്ടാവും ഇപ്പോ? നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര സോപ്പ് ഉരച്ച് കളഞ്ഞിട്ടുണ്ടാവും, അല്ലേ? എത്ര കുട്ടിക്കൂറയുടെ പൗഡർ, എത്ര ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, എത്ര തരം മാല പണിയിപ്പിച്ചു കൊടുത്തു, എങ്ങനെയൊക്കെ ഈ ശരീരത്തെ പെയിന്റ് ചെയ്ത് കൊണ്ട് നടക്കണു നമ്മൾ. എന്നിട്ട് നാളെ ഈ ശരീരം നമുക്കൊരു സമാധാനം തരുമോ? അയ്യോ, കാലുവേദന, മുട്ടുവേദന, നടുവേദന. അപ്പോ ഈ ശരീരം പോലും, ഞാൻ ജനിച്ചത് മുതൽ കൊണ്ടു നടക്കുന്ന ഈ ശരീരം തന്നെ എന്നെ നാളെ വേദനിപ്പിക്കുമെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ആരുണ്ട്, അല്ലേ? ആ ഒരു ചോദ്യത്തിന് അപ്പുറത്തൊരൊറ്റ ഉത്തരേ ഉള്ളൂ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ.
അല്ലേ? അവിടെ നമുക്ക് ഭഗവാനല്ലാതെ മറ്റൊരു ആശ്രയമില്ല. ആ ഒരു ഭാവത്തിലേക്കാണ് നമ്മളുടെ യാത്ര എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആശ്രയിച്ചൂടെ എന്നാണ് ഭാഗവതം ചോദിക്കുന്നത്, അല്ലേ? ആരുമില്ല എനിക്ക് വേറെ ആശ്രയം, ഭഗവാനേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണെങ്കിൽ നേരത്തെ ആ ഭഗവാനെ ആശ്രയിക്കണതല്ലേ നല്ലത്. അങ്ങനെ നേരത്തെ ഭഗവാനെ ആശ്രയിക്കണമെങ്കിലോ അതിനിവിടെ ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്, ആയിരക്കണക്കിന് വഴികളുണ്ട്. നൃണാം സന്ധി സഹസ്രശ, അല്ലേ? ഇന്ന് ഭഗവാനെ സേവിക്കാൻ വഴികളില്ല, മാർഗങ്ങളില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം എത്രയെത്ര മാർഗങ്ങളിൽ കൂടിയിട്ട കാലത്തിനനുസരിച്ച് ഭഗവാനെ സേവിക്കാൻ സൗകര്യം ഇവിടെ കുറഞ്ഞോ കൂടിയോ? കൂടിയിട്ടേ ഉള്ളൂ, അല്ലേ? ഇപ്പൊ ഭാഗവത സപ്താഹം തന്നെ നമ്മളൊന്ന് ആലോചിക്കൂ. ഈ മൈക്കില്ലാണ്ട്, കസേരയില്ലാണ്ട്, ഫാനില്ലാണ്ട് നടന്നിട്ടില്ലേ ഒരു കാലത്ത്? നമുക്കിപ്പോൾ മൈക്കും ഇത്രയൊക്കെ ശബ്ദവും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ആവായിരുന്നു എന്ന് പറയാൻ തോന്നുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ താഴെ ഇരുന്ന് മൈക്കില്ലാണ്ട് ഭാഗവതം പറഞ്ഞ ആചാര്യന്മാരുണ്ടായിരുന്നു. ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഭാഗവതം കേട്ട ആൾക്കാരുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് കാലത്തിനനുസരിച്ച് ഭാഗവതത്തെ സേവിക്കാൻ ഇന്ന് എത്ര സൗകര്യം കൂടിയിട്ടുണ്ട്. പറയാൻ മൈക്ക്, ഇരിക്കാൻ കസേര, അല്ലേ? പഴയ കാലത്തൊക്കെ വിശറി എടുത്തിട്ട് ഇങ്ങനെ സപ്താഹയജ്ഞവേദിയിൽ വീശുന്ന ആൾക്കാരുണ്ട്. ഈ കൈകൊണ്ട് ഇങ്ങനെ കുറേ വീശും. അപ്പൊ ഇത് കഴിക്കും, ഇപ്പുറത്തെ കൈയെടുത്തിട്ട് വീശും. ചില വിദ്വാന്മാരെ വീശുന്ന ആളുടെ അടുത്ത് പോയിരിക്കും, എന്നാ പിന്നെ കുറച്ച് എനിക്കും കിട്ടുമല്ലോ വെച്ചിട്ട്. അങ്ങനെയുള്ള കാലത്തു നിന്നൊക്കെ മാറിയില്ലേ? ഇപ്പൊ ശരിക്കും നമ്മൾ ഭാഗവതം കേൾക്കാൻ എന്തെങ്കിലും ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. സുഖമായിട്ട് ഭാഗവതം കേൾക്കാനുള്ള സൗകര്യം പോരാ. പണ്ടൊക്കെ ഭാഗവതം വായിക്കണമെങ്കിൽ അതിന് ഗ്രന്ഥങ്ങൾ കിട്ടാനില്ല. ഇന്ന് എല്ലാ ഭാഷകളിലും ഭാഗവത ഗ്രന്ഥങ്ങളുണ്ട്. ഇനി കേൾക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റണില്ല എന്നുള്ളവർക്ക് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി കേൾക്കാൻ പറ്റണില്ല എന്നുള്ളവർക്ക് കാണാനുള്ളതായ സൗകര്യങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടിയിട്ട്. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു ഭാഗവതം ഇവിടെയുള്ളവർ മാത്രമാണോ കേൾക്കണത്? അല്ല, ഏതൊക്കെയോ ലോകത്തില് എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഭാഗവതം നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ബിരിയാണി നടിക്കാൻ വേണ്ടിയിട്ട് ബി നടിച്ചാൽ മതി, തൊട്ട് താഴത്ത് ഭാഗവതമൊന്നും കാണാം. പക്ഷെ നമ്മൾ ബിരിയാണിയിലാ പോയി ഞെക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ പറഞ്ഞു വരുന്നത് ഭാഗവതം വേണോ എന്ന് ഈ നവമാധ്യമങ്ങൾ പോലും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വരണമെങ്കിൽ ഒരു സുകൃതം വേണ്ടേ? അതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഭാഗ്യം വേണ്ടേ? അത് കുറവുള്ള ഈ ലോകത്തില് പരീക്ഷിത്തെ അങ്ങ് ഭാഗ്യവാനാണ്. കാരണം 7 നാളുകള് ഇനി ഭഗവാന്റെ കഥകളെ ഞാൻ അങ്ങേക്ക് പാടിത്തരാം. അങ്ങ് എന്തേ വേണ്ടത്? പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്ദിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തൽ ശരണസരോരുഹാന്തികം. അങ്ങ് വേണ്ടത് എന്താ അറിയോ? പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു. ഈ 2 ശ്രവണപുടങ്ങള്, ഈ 2 ചെവിക്കൊടകള്, ഈ ശ്രവണപുടങ്ങളിൽ കൂടിയിട്ട് അങ്ങ് ഭഗവാന്റെ കഥകളെ ഹൃദയത്തിലേക്ക് കോരി നിറയ്ക്കൂ. 7-ാം ദിവസം ആകുമ്പോഴേക്കും തക്ഷകനെ, മൃത്യുവിനെ, ശാപത്തെ ഒക്കെ മറന്നുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തില് ശ്രീഗുരുവായൂരപ്പന്റെ പൊഞ്ചിലം പണിഞ്ഞതായ തൃപ്പാദപത്മത്തെ അങ്ങേക്ക് കാണാനായിട്ട് സാധിക്കും.